എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു സാറ്റർഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാ ആഴ്ചയും ഞാൻ എടുക്കുമല്ലോ. ഈ ആഴ്ച ആണെങ്കിൽ വേറെ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തുമില്ല. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളാകാമെന്ന് വിചാരിച്ചു. ഇന്ന് എവിടെയാണ് പോകുന്നതെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പുറത്തിറങ്ങുന്നുണ്ട്, എന്തായാലും പുറത്തിറങ്ങുന്നുണ്ട്. ഇപ്പോൾ രാവിലെ മെയിനായിട്ടും വീഡിയോ എടുക്കാൻ രാവിലത്തെ വീഡിയോസ് ഞാനിപ്പം അധികം ഇടാത്തതിൻ്റെ മെയിൻ കാര്യം ഇതാണ്. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ചൂടും തുടങ്ങും. എനിക്കാണെങ്കിൽ ഒരാംഗിൾ ഞാൻ സ്ഥിരം നിൽക്കുന്ന ആ ഒരു ആംഗിളിൽ നിന്നിട്ടൊന്നും എനിക്ക് എന്താ പറയുന്നത് വെട്ടം കാരണം എടുക്കാൻ പറ്റിയിട്ടില്ല. മീൻസ് എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഇതാണ് കുറച്ചുകൂടെ, ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു ആ വെട്ടം കൂടുതലടിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ രാവിലെ വിചാരിച്ച് പാത്രം ഉണങ്ങിയിരിക്കുകയാണ് കഴുകാൻ വെച്ചത്. അപ്പം അതെല്ലാം എടുത്ത് എന്താ പറയുക ഇതിനകത്താക്കാം എന്നൊക്കെ വിചാരിച്ച് വന്ന് നിന്നതാണ്. ചായ ഇട്ടില്ല. ശ്രീഹരി എണീക്കുമ്പം ഇന്ന് കുറച്ച് ലേറ്റാകും. അത് കഴിഞ്ഞത്തേക്ക് ചായ ഇടത്തുള്ളൂ. എനിക്കറിയില്ല, എനിക്ക് ചില സമയത്ത് ഞാൻ ചില ശനിയാഴ്ച ലേറ്റാകും. പക്ഷേ ചില ശനിയാഴ്ചകൾ എനിക്ക് രാവിലെ എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഒരു മോഹം ഉണ്ടാകും. കാരണം ശനിയാഴ്ചയല്ലേ, ഭയങ്കര സ്ലോയിൽ ഇങ്ങനെ നമുക്ക് പതുക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നും. രാവിലെ ഇന്ന് ഉപ്മാവാണ്, വേറൊന്നും ഇല്ല. ഞാൻ ഈ ആഴ്ച എന്തായാലും അപ്പം ഉണ്ടാക്കത്തില്ലെന്ന് വിചാരിച്ച് ഇതുവരെ ഞാൻ അപ്പം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പം ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞ കക്കാർച്ചി റോസ്റ്റ്. ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് എന്താ പറയുന്നത് ഒരു നല്ല മീൽ ഉണ്ടാക്കണമെന്നൊരാഗ്രഹമുണ്ട്. കാരണം ഇന്നലെ ഫുൾ ഞാൻ റെസ്റ്റ് മോഡിലായിരുന്നു. കാരണം ഇന്നലെ അങ്ങനെ വലിയ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. കക്കാർച്ചി ക്ലീൻ ചെയ്ത് വെച്ചു രാത്രിയിൽ. ഇന്നലെ രാവിലെ വാങ്ങിച്ച കക്കാർച്ചി രാത്രി ഞാൻ കക്കാർച്ചി ക്ലീൻ ചെയ്ത് വെച്ചു. ആ ഒരു പണി മാത്രമേ ഞാൻ ഇന്നലെ എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നല്ലതായിട്ട് കക്കാർച്ചി റോസ്റ്റ്, ഇന്നത്തെ ഞാൻ വിചാരിച്ച് വെച്ചിരിക്കുന്ന കക്കാർച്ചി റോസ്റ്റ്, കുറച്ച് കോവയ്ക്കയും കുറച്ച് അച്ചിങ്ങപ്പാർ ഒരുക്കൊണ്ട് അത് രണ്ടും കൂടി ഒരു മെഴുക്കുവരട്ടി, പച്ചച്ചീര അരിഞ്ഞ് തിരിപ്പുണ്ട്, അതുകൊണ്ട് മാങ്ങ ഇരിപ്പുണ്ട്. മാങ്ങ പഴുത്ത് പോയിട്ടില്ല, ചെനച്ച് തുടങ്ങിയിട്ടില്ല. എങ്കിൽ മാങ്ങയ്ക്ക് നല്ല പുളി ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് അവിയലാക്കും, അല്ലെങ്കിൽ തോരൻ. പച്ചച്ചീരയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കോവയ്ക്കയും പയറും ഒക്കെ അരിഞ്ഞ് തിരിപ്പുണ്ട്. ഇന്നലെ ഞാനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഇതെല്ലാം അരിഞ്ഞ് തിരിപ്പുണ്ട്. പിന്നെ മോര് കാച്ചിയത് വേണോ പുളിശ്ശേരി വേണോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉണ്ടാക്കാം. ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് പെട്ടിക്കാണ്ട് അകത്ത് കയറ്റിയിട്ട് ഞാൻ ലഞ്ച് അങ്ങ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്താ കോവയ്ക്കയും പയറും ഒക്കെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയും കോവയ്ക്ക ഇരിപ്പുണ്ട്. ഇത്ര അച്ചിങ്ങ പയറുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് മെഴുക്കുവരട്ടിയാക്കാം. പച്ചമുളകൊക്കെ ഇട്ടുള്ള മെഴുക്കുവരട്ടിയാണ്, മറ്റേ ഇതല്ല. അപ്പം ആദ്യം അതങ്ങ് റെഡിയാക്കാം. അപ്പം നമ്മുടെ പുതിയ ചട്ടിയാണ് ഇത്. മയക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കാണണം. ഇത് ചെയ്യുമ്പോഴത്തേനും ഇതിൽ നമുക്ക് കോവയ്ക്കയും പയറും കൂടെ ഉള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പം ഇതിൽ നമുക്ക് മെഴുക്കുവരട്ടി വെച്ച് തുടങ്ങാം. അപ്പം ഇത് ഞാൻ എണ്ണയിലിട്ട് വഴറ്റി തന്നെയാണ് ഞാൻ വേവിക്കാൻ വേണ്ടത്. പയർ ഇച്ചിരി അല്ലേ ഉള്ളൂ, ഇത് ഞാൻ സെപ്പറേറ്റ് വേവിക്കാനൊന്നും ഇത് ചെയ്യുന്നില്ല. രണ്ടും കൂടെ എണ്ണ ഒഴിച്ച് നന്നായിട്ട് കോവയ്ക്കാൻ മെഴുക്കുവരട്ടി വെക്കുന്ന പോലെ വഴറ്റിയിട്ട് അടച്ചു വെച്ച് വേവിക്കാനാണ് എൻ്റെ ഒരു തീരുമാനം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം.
ഉപ്പും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഞാനങ്ങ് അടച്ചു വെക്കും. അത്രേ ചെയ്യാറുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങ് ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെക്കാം. ഇതിന് പറ്റിയ ഒരു അടപ്പ് നോക്കണമല്ലോ. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താ വെക്കുന്നത്? ചീര അവിയലും കക്കാർച്ചി റോസ്റ്റ്. കക്കാർച്ചി എടുത്ത് പുറത്ത് വെച്ചില്ല, വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളി ഒരുക്കണം റോസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മോര് അച്ചത്, അത്രേ ഉള്ളൂ. അപ്പം പിന്നെ തേങ്ങ വേണം. തേങ്ങ തിരുമിയില്ല. തേങ്ങ ശ്രീഹരി തിരുമ്മി തരുമായിരിക്കണം. ഈ കറുത്ത് പോലും അറിയത്തില്ല, ഇല്ലായിരിക്കും. ആദ്യം ഞാൻ വിചാരിച്ചു കുഞ്ഞുള്ളി കുറച്ച് അരിഞ്ഞ് വെക്കണം. അപ്പം ഞാൻ കുഞ്ഞുള്ളിയൊക്കെ പോയിരുന്ന് അരിയട്ടെ. ഇതപ്പോഴത്തേക്കിനും ചിലവർ വിചാരിക്കുക ശനിയാഴ്ചയായിട്ട് ഈ രാവിലെ ഇതൊക്കെ വെച്ച് ചാറിപ്പോകത്തില്ലേ, ഈ സംഭവങ്ങളൊക്കെ ആറിപ്പോകുമ്പോൾ ശനിയാഴ്ച ആയത് ഒക്കെ അല്ലേന്ന്. പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. ശ്രീഹരിക്ക് എപ്പോഴും നേരത്തെ, എല്ലാ ആണെങ്കിലും നേരത്തെ വെക്കുന്നതാണ് കൂടുതലും കഴിക്കുമ്പോൾ. പ്രത്യേകിച്ച് മീനൊക്കെ അല്ലെങ്കിലും എപ്പോഴും നേരത്തെ വെച്ചിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല. ശ്രീഹരി പറയുന്നത് നേരത്തെ വെക്കുമ്പോഴാണ് നമ്മൾ കഴിക്കാറാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി അവിടെ ആവട്ടെ. അത് ചീര അവിയൽ പെട്ടെന്നാവില്ല, ചീര പെട്ടെന്ന് വേകും. തേങ്ങ തിരുമുന്നതാണ് അതിലെ താമസം. എനിക്ക് തേങ്ങ തിരുമാൻ ഇപ്പോൾ ഒരു മൂഡ് തോന്നുന്നില്ല. ചിലപ്പോൾ ഞാൻ ഈ ഉള്ളിയൊക്കെ ഒരുക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും തേങ്ങ തിരുമാൻ പറ്റുമെങ്കിൽ ഞാനതങ്ങ് ചെയ്യും. അപ്പോൾ ഇപ്പം നമുക്ക് ഞാൻ അവിടെ പോയി ഇരുന്ന് പതുക്കെ ഉള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് ആയി. കുറച്ച് നേരം കൂടെ ഒന്ന് ഇതാക്കിയാൽ മതി. പിന്നെ ഞാൻ ചീര അവിയലിന് വേണ്ടിയിട്ടുള്ള മാങ്ങയുടെ തൊലി ചെത്തിക്കൊണ്ടിരിക്കാൻ ഞാൻ ഒരു മാങ്ങയെ മേടിച്ചുള്ളൂ. പച്ചമാങ്ങ. ഇപ്പം പച്ചച്ചീര അവിയലാണ്. അപ്പം കുറച്ചായി ഇപ്പം തോരൻ വെക്കണം. അപ്പം എനിക്കിന്നൊന്ന് അവിയൽ വെക്കാനൊരാഗ്രഹം. ചുമന്ന ചീര ഒട്ടും നല്ലത് കിട്ടിയില്ല. നല്ല ഭയങ്കര മൂത്തത് അവിടെ ഇരുന്നത് ചുമന്ന ചീര. അപ്പം ഞാൻ വിചാരിച്ചു പച്ചച്ചീര കൊണ്ട് തന്നെ അവിയൽ വെക്കാമെന്ന്. ഇനി ഞാൻ നിർത്തുവാണ്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ. നമുക്ക് ഇതിനകത്ത് വേറെ പരിപാടി ചെയ്യാനുണ്ട്. ഇത് ഞാൻ എൻ്റെ പകുതി എടുത്ത് തോരൻ വെച്ചതാ. പിന്നെ ഞാൻ ഇതിൻ്റെ തണ്ടിൻ്റെ ഭാഗവും ഒക്കെ ഇതുപോലെ ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞു. മുരിങ്ങയ്ക്ക മേടിക്കണമെന്ന് എപ്പോഴും വിചാരിക്കും. ഈ പച്ചച്ചീര അവിയലിനകത്ത് മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാ. മുരിങ്ങയ്ക്കയും ചക്കക്കുരും ഒക്കെ ഇട്ടാൽ നല്ലതാ. അപ്പോൾ പക്ഷെ ഞാൻ മുരിങ്ങയ്ക്ക മേടിക്കാൻ മറന്നുപോകും. ഇനി ഒന്ന് മേടിക്കണം. ഞാൻ കുറേ ദിവസം ഇപ്പം നമ്മൾ അവിയൽ വെച്ചിട്ട്, അതുകൊണ്ട് എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. എന്താ നടക്കില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് അവിയൽ വെക്കുന്നില്ല. എനിക്കൊന്ന് അവിയൽ വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ വാങ്ങിക്കണം. ഈ ചീര അവിയൽ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം. ഞാൻ ഒത്തിരി, കാരണം എല്ലാം ഇച്ചിരി അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒത്തിരി ചേർക്കുന്നില്ല, ഇത്രേ ചേർക്കുന്നുള്ളൂ.
ഇനിയിപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ. ഇനിയിപ്പോൾ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും കുറച്ചും കൂടി കഴിയുമ്പോൾ ഇവിടെ പഴുത്ത മാങ്ങയുടെ ബഹളമായിരിക്കും. ഇപ്പം തന്നെ തുടങ്ങി, പലയിടത്തും കണ്ടു തുടങ്ങി. മഞ്ഞപ്പൊടി, ഇച്ചിരി വെള്ളം ഒഴിക്കണം. പിന്നെ അവിയലായതുകൊണ്ട് കുറച്ച് വെള്ളം ഇറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ മിനിങ്ങാന്ന് 2 ദിവസം മുമ്പ് അരിഞ്ഞ് വെച്ച ചീരയാണ്. അരിഞ്ഞ് ഇതിനകത്തിട്ട് നമ്മുടെ ആ സാധനം ഇല്ല, ഞാൻ അത് കാണിച്ച് അതിൻ്റെ ഐക്കേന്ന് വാങ്ങിച്ച ആ സാധനത്തിലിട്ട് നന്നായിട്ട് വെള്ളം ഒക്കെ മാറ്റി അരിഞ്ഞ് ഈ പാത്രത്തിനകത്തിട്ട് അടച്ചു വെച്ചതാണ് ഫ്രിഡ്ജിനകത്ത്. അതിൽ ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം എടുത്ത് പകുതി എടുത്ത് തോരനാക്കി. കൊണ്ടടയ്ക്കാം. അപ്പം ഇതിൽ നമുക്ക് കക്കയിറച്ചി റോസ്റ്റ് ചെയ്യാം ഈ കടായിൽ. പിന്നെ കക്കയിറച്ചി വേവിക്കാൻ വെക്കണം, തേങ്ങ തിരുമണം, തേങ്ങ ശ്രീഹരി തിരുമ്മി തരും ഇപ്പം. പിന്നെന്താണ്, നമ്മൾ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ ചെയ്ത് വരുന്നു. ഇനി രാവിലത്തെ പരിപാടി തന്നെ ഇടയ്ക്ക് മറന്നു പോകാതിരുന്നാൽ മതി. അപ്പം ഞാൻ അതേ കക്കയിറച്ചി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നലെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാദ്യം നമുക്ക് വേവിച്ചെടുക്കാം. ഇഞ്ചിയും ഉപ്പ്, മഞ്ഞപ്പൊടി, ഇഞ്ചി, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പം ഇഞ്ചി ഇത്രയും വേണ്ട. ഇഞ്ചി നമുക്ക് വഴറ്റാൻ നേരത്ത് വേണം. ഇഞ്ചി വേവിക്കാൻ നേരത്ത് കുറച്ച് വേവിച്ചിട്ട് റോസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വേവിച്ചാലും മതി. പക്ഷെ എനിക്ക് കൂടുതലും വേവിച്ചിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പൊ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് ഉപ്പും ഞാൻ കക്കയിറച്ചി റോസ്റ്റിന് വേണ്ടിയിട്ട് കക്കയിറച്ചി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇന്ന് വേകട്ടത്. അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഏകദേശമൊക്കെ വേകുമെന്ന് തോന്നുന്നു. ഇല്ല വേകട്ടെ. ചിരവിൽ ഇച്ചിരിയേ ഉള്ളു കേട്ടോ. ഞാനൊരു ആഗ്രഹത്തിന് വെക്കും. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവേ. ഇത് ഇടയ്ക്ക് നോക്കണം, അടുക്കി പിടിക്കുന്നുണ്ടോന്ന്. ചട്ടി വെക്കുക എന്നവര്. നാളെ അല്ലേ? നമ്മളൊരു ശനിയാഴ്ച വൈകുന്നേരം പോയി വാങ്ങിച്ചിരിക്കുന്നത്. അറിയത്തില്ല. അപ്പം ഞാനുണ്ടല്ലോ ചീര എല്ലാം വെന്തു, ഇലയൊക്കെ വെന്തു. അപ്പം ചീര അവിയലിൻ്റെ സംഭവമാണ് ഇത്. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വിശദമായി കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇതിപ്പം തേങ്ങ ചിരകിയത്, കുഞ്ഞുള്ളി, ചെറിയ ജീരകം, പച്ചമുളക്, കറിവേപ്പില, തേങ്ങയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചായച്ചെടുക്കുക. എന്നിട്ട് ഈ അരപ്പിനകത്തേക്ക് ചേർക്കുക. അത്രേ ഉള്ളൂ പരിപാടി. മറ്റേ ചുമന്ന ചീര അവിയൽ വെക്കുന്ന പോലെ തന്നെയാണ് ഞാൻ പച്ചച്ചീര അവിയൽ വെക്കുന്നത്. അത് ഞാൻ ഓൾറെഡി വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടിയായി ഈ അരപ്പ് ചേർക്കുമ്പം അവിയലും ആവും. കക്കയിറച്ചി വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ അവിയലിന് അരപ്പ് വെച്ചിട്ട് ഞാൻ അതൊന്ന് കാണിച്ചിട്ട് ഞാൻ വേഗം ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ. ഉപ്പുമാവ് ഉണ്ടാക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കക്കയിറച്ചി റോസ്റ്റ് ഉണ്ടാക്കാം. പിന്നെ മോര് കാച്ചത്, അത് ഞാൻ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല. സാധാരണ ഒരു മോര് കാച്ചത്. ഇത്രയും കൂട്ടാനില്ല. അപ്പം ഒഴിക്കുന്നത് ലൈറ്റ് ആയാൽ മതി. കൂട്ടാൻ കുറവുള്ളപ്പോഴാണ് ഒഴിക്കുന്നത്. എന്തെങ്കിലും തേങ്ങ ഉള്ള കാര്യം
തേങ്ങ ഇങ്ങനെ എന്താ പറയുന്നത് വല്ല സാമ്പാർ പോലുള്ള മീൻസ് കൂട്ടാൻ കുറവുള്ളപ്പോഴാണ് ഞാൻ കൂടുതൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ സൈഡ് ഡിഷസ് ഉള്ളപ്പം ഒഴിക്കുന്നത് ഞാനങ്ങ് ലഘൂകരിക്കും, മോര് കാച്ചിയതെല്ലാം ഒതുക്കും. പിന്നെ കക്കാർച്ചി റോസ്റ്റും മോര് കാച്ചിയത് മാത്രം മതി ചോറുണ്ണാൻ. അത് വേറൊരു സത്യം. ഇഷ്ടമുള്ളവർക്ക് അത് ഞാൻ പ്രത്യേകം പറയണ എല്ലാവർക്കും ഒന്നും കക്കാർച്ചി, ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, കക്കാർച്ചി എല്ലാവർക്കും ഒന്നും അങ്ങനെ ഇഷ്ടമുള്ള, ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളായിരുന്നു, ബാക്കി ആർക്കും ഇഷ്ടമല്ലായിരുന്നു. ഇവിടെ ഇപ്പം എനിക്ക് ശ്രീഹരിക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം ഞാനിന്ന് ചായച്ചെടുത്തോണ്ട് വരാം. ഒന്ന് ആവി കയറട്ടെ. അതില്ല കുറച്ച് കറിവേപ്പിലയും കൂടെ ഒഴിച്ച് അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ സബോളയും ക്യാരറ്റും മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഇങ്ങനെ പൊടിയായിട്ട് ഉപ്പുമാവ് വയ്ക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കക്കാർച്ചി റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുഞ്ഞുള്ളി, സബോള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, തക്കാളി, ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഞാൻ രാവിലെ എടുക്കുന്ന കണ്ടല്ലോ, അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പെരുംജീരകവും കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. കല്ലയിൽ ഇടികല്ലിൽ തന്നെ നമുക്ക് കുറച്ച് പെരുംജീരകവും കുരുമുളകും കൂടെ ഒന്ന് ചതച്ച് എടുക്കണം. അത്ര എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കക്കാർച്ചിയൊക്കെ വെന്തിരിക്കുക, അത് നമ്മൾ നല്ലതായിട്ട് നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പം നമുക്കത് ചെയ്യാം. പെരുംജീരകം ഇത്ര മതിയായിരിക്കും, ഇത് ഓവറാണോ അറിയത്തില്ല. ഇതും കൂടെ റോസ്റ്റിന് ഇച്ചിരി വെളിച്ചെണ്ണ വേണം. ആ എണ്ണ ഒന്ന് ചൂടായിട്ട് തുടങ്ങിയപ്പോഴത്തേന് ഞാൻ ഇതെല്ലാം അങ്ങ് ചേർത്തു. ശരിക്കും നല്ലപോലെ ചൂടായിട്ട് ചേർത്താൽ മതി. ഞാൻ എണ്ണ അങ്ങോട്ട് ചൂടായി തുടങ്ങിയപ്പോൾ തന്നെ പെരുംജീരകവും കുരുമുളകും, ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്തു. ഇനി ഇതൊന്ന് മൂക്കട്ടെ. ഇത് മൂന്നും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് സബോളയും കുഞ്ഞുള്ളിയും. സബോള ഞാൻ ഇതിനിടയ്ക്ക് എൻ്റെ വീഡിയോ ഇടയ്ക്ക് വെച്ചൊന്ന് കട്ടായി പോയിട്ടുണ്ട്. കുഞ്ഞുള്ളിയും സബോളയും പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് നോക്കി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഉപ്പ് കൂടിപ്പോ, അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ചേർക്കും. ഉപ്പ് കൂടി കഴിയുമ്പോഴാണൊരു കുഴപ്പം. പൊടി, അയ്യോ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ഞാനിത് പോസ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അധികം ഞാൻ ചേർത്തിട്ടില്ല. കുരുമുളക് ഞാൻ ചേർത്തിട്ടുള്ളതുകൊണ്ട്, പച്ചമുളക് ഉള്ളതുകൊണ്ട് എരിവ് കാണും. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്ന ഒരു ശകലം മല്ലിപ്പൊടിയാണ്. തക്കാളിയും കൂടെ ചേർത്തത് നന്നായിട്ട് വഴലട്ടെ. നമുക്ക് നമ്മുടെ കക്കയിറച്ചി പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് നേരത്തെ ചേർത്ത എണ്ണ നോക്കിപ്പിക്കുമ്പോൾ ചേർക്കണമായിരുന്നു, ഞാൻ പക്ഷെ മറന്നുപോയതാ. അത് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് കിടന്ന് നല്ല
റോസ്റ്റായി കിട്ടിക്കോളൂ. തുറന്ന് തന്നെ ഇരിക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം കക്കാർച്ചയ്ക്ക് ഓൾറെഡി വെന്തതാണ്. ഇതൊന്ന് റോസ്റ്റായി കിട്ടുകയാണ് വേണ്ടത്. അപ്പോൾ തുറന്ന് തന്നെ ഇരിക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിപ്പം ലോ ഫ്ലെയിമിൽ ഇരുന്നിരുന്നിരുന്നിരുന്ന് ഈ ഒരു പരുവത്തിലായി. ഇനി ഞാനിതങ്ങ് ഓഫ് ചെയ്ത് വെച്ചിത് വെക്കുകയാണ്. ഇനി അതിവിടെ ഇരുന്ന് സെറ്റാവട്ടെ. ഇത് ഓഫ് ചെയ്ത് വെക്കട്ടെ. ഓഫ് ചെയ്ത് ഞാൻ അരി അടുപ്പത്തിട്ടു, മോര് അച്ചതുണ്ടാക്കി, നമ്മുടെ വെളിച്ചിരയേ ഉള്ളൂ, ഇന്നത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ മെഴുക്കുവരട്ടെ, പയറും കോവയ്ക്കും ഉള്ള മെഴുക്കുവരട്ടെ. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഒന്നും ചെയ്തില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കിടന്നു. പിന്നെന്താണ്, ഒന്നും ചെയ്തില്ല, ചുമ്മാ ലേസി ആയിട്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരം ചായ കുടിച്ചു. അപ്പോൾ ഇപ്പോൾ വിചാരിച്ചു ഒന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാമെന്ന്. ഡിന്നർ കഴിക്കാൻ ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. അപ്പോൾ അല്ലാതെ ഇന്ന് വേറെ എവിടെയും പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. എങ്ങും ഇറങ്ങാതിരുന്നപ്പോഴത്തേനും എന്നും പോകാനുള്ള മടി കൊണ്ട് പോകാതിരുന്നതാണ്. അപ്പം വൈകുന്നേരം പോയി ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പം നമുക്ക് പുറത്തു പോകാം. ഞങ്ങൾ സഹർ നഗറിലുള്ള നന്ദന പാലസിലാണ് വന്നിരിക്കുന്നത്. സഹർ നഗർ എന്ന് പറയുമ്പം ഹെബ്ബാൽ ആ ഒരു ഭാഗമാണ്. അപ്പോൾ അവിടുത്തെ നന്ദന പാലസ് ഇത് ഞങ്ങളുടെ സ്ഥിരം ഒരു ഡിന്നർ സ്പോട്ടാണ്. ഞങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്യുകയാണെങ്കിലും ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. വന്ന് കഴിക്കാനും ഇവിടെയാണ് താല്പര്യപ്പെടുന്നത്. ഫിൽറ്റർ കോഫി പോലെ തന്നെയാണ് ഞങ്ങൾക്ക് നന്ദന പാലസ്. അപ്പം അവിടെ നിന്ന് വെജാണ് ഓർഡർ ചെയ്തത്. ഇത് കുൽച്ചയുണ്ട്, റോട്ടിയുണ്ട്, പിന്നെ കടായി പനീറും, പിന്നെ കുറച്ച് കുക്കുംബർ ഒനിയനും. കുൽച്ച ഒത്തിരി നാളായി കഴിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് അത് ഓർഡർ ചെയ്ത്. ഇത് നല്ലൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ വെജ് മിക്കവാറും ഉള്ള എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, സൂപ്പറാണ്. നോൺ വെജിൽ എനിക്കൊരു കുഴപ്പം, ഞങ്ങൾ നേരത്തെ ഇപ്പോൾ അടുത്തൊന്നും ഞങ്ങൾ നോൺ വെജ് ഇവിടുന്ന് കഴിച്ചിട്ടില്ല. നേരത്തെ കഴിച്ചപ്പം ചിക്കൻ്റെ തൊലി കളയത്തില്ല, അതെനിക്കിഷ്ടമല്ലായിരുന്നു. അതല്ലാതെ ഇവരുടെ ബിരിയാണിയുടെ ഒക്കെ റൈസൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് നല്ലൊരു ഡിന്നർ സ്പോട്ടാണ്. പ്രത്യേകിച്ച് എനിക്കിവരുടെ വെജ് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പനീറാണേലും കോളിഫ്ലവർ ആണേലും എല്ലാം നല്ല വെജിറ്റേറിയൻ ഐറ്റംസാണ്. പിന്നെ ഡെസേർട്ടായിട്ട് ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീം വാങ്ങിച്ചു. ഞാനിപ്പം എല്ലാ ശനിയാഴ്ചയും പുറത്ത് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് സ്വീറ്റായിട്ട് കഴിക്കും. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ കഴിക്കാറേ ഇല്ല മധുരമുള്ളത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോംബോയാണ് ഗുലാബ് ജാമുനും ഐസ്ക്രീമും. ഇതാണെങ്കിൽ കറക്റ്റ് പാകത്തിന് ക്വാണ്ടിറ്റി ആയിരുന്നു. ഒട്ടും ഓവറും അല്ല, ഒട്ടും എന്താ പറയുന്നത് കുറവുമല്ല, ആ ഒരു രീതിയിൽ കറക്റ്റായിരുന്നു. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ആ വാനില ഐസ്ക്രീമിന് എന്താ പറയുന്നത്, ഒരു അല്ലെങ്കിലും വാനില ഫ്ലേവർ എന്ന് പറയുന്നത് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. ഇത് പക്ഷേ കുറച്ചുകൂടെ നല്ല ഐസ്ക്രീമായിരുന്നു ആ ഒരു ഐസ്ക്രീം, ആ ഗുലാബ് ജാമുൻ്റെ കൂടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം വേറെ പ്രത്യേകിച്ച് എങ്ങും പോയൊന്നുമില്ല, നേരെ തിരിച്ച് വീട്ടിലെത്തി.
ഹായ്, അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ടൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനി എനിക്ക് പണിയൊന്നുമില്ല, കാരണം പണിയൊക്കെ തീർത്ത് വെച്ചിട്ടാണ് പോയത്. ഇനി കയറി കിടന്നുറങ്ങിയാൽ മതി. ഇപ്പോൾ 9:30 സമയമൊക്കെ ആയിട്ടുണ്ട്, 9:30-10 മണി ആയിട്ടുണ്ട്. പൊന്മാൻ സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്തോ ഒരു മൂഡില്ല. കാണണമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.